ധനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ചട്ടവിരുദ്ധ പ്രമോഷൻ നൽകാൻ നീക്കം. അസോസിയേറ്റ് പ്രൊഫസറായി 3 വർഷത്തെ അധ്യാപന പരിചയമില്ലാത്ത ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ഷൈജനാണ് പ്രൊഫസറായി പ്രമോഷൻ നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സ്ക്രീനിംഗ് സമിതി തിരക്കിട്ട് ശുപാർശ ചെയ്തത്. UGC ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറായി 3 വർഷത്തെ അധ്യാപന ഗവേഷണ പരിചയം പ്രൊഫസർ തസ്തികയ്ക്കുള്ള യോഗ്യതയായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളപ്പോൾ അത് അവഗണിച്ചാണ് പ്രൊമോഷൻ നൽകുന്നത്. മികച്ച അധ്യാപന പരിചയം ഷൈജന് ഉണ്ടെന്നാണ് വകുപ്പ് മേധാവി ശുപാർശ ചെയ്തിട്ടുള്ളത്. സർവകലാശാലയുടെ എക്കണോമിക്സ് വകുപ്പിലെ ഏറ്റവും ജൂനിയറായ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്ക് വകുപ്പ് മേധാവിയുടെ ചുമതല നൽകിയ ശേഷം അദ്ദേഹമാണ് ഷൈജന് പ്രൊഫസർ തസ്തികയ്ക്ക് സർവ്വതാ യോഗ്യനാണെന്ന ശുപാർശ നൽകിയത്. സർവകലാശാല സർവീസ് രേഖകൾ പ്രകാരം 2018 ഒക്ടോബറിൽ അസോസിയേറ്റ് പ്രൊഫസറായി ഉദ്യോഗക്കയറ്റം ലഭിച്ച ഷൈജൻ 2020 ഒക്ടോബർ മുതൽ മലയാളം സർവകലാശാലയിൽ രജിസ്ട്രാറായും തുടർന്ന് ധനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ച കാലയളവുകൾ അധ്യാപന ഗവേഷണ സേവനമായി കണക്കുകൂട്ടിയാണ് പ്രൊഫസർ പ്രൊമോഷനുള്ള നീക്കം. അസോസിയേറ്റ് പ്രൊഫസറായി 3 വർഷക്കാലത്തെ അധ്യാപനം പൂർത്തിയാക്കാത്ത ഒരാൾക്ക് അധ്യാപന ഗവേഷണ നൈപുണ്യമുണ്ടെന്ന സർട്ടിഫിക്കറ്റാണ് വകുപ്പ് മേധാവി നൽകിയിട്ടുള്ളത്. സർവകലാശാല സ്ക്രീനിംഗ് കമ്മിറ്റിയും മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചിട്ടുണ്ട്. UGC ചട്ടപ്രകാരം 3 വർഷ അധ്യാപന പരിചയം നിർബന്ധമായിരിക്കെ ധനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പിൻബലത്തിൽ പ്രൊഫസർ പദവി നൽകാനുള്ള ചട്ടവിരുദ്ധ ശുപാർശ തടയണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കാലിക്കറ്റ് VCക്ക് നിവേദനം നൽകി.